ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏപ്രിൽ 15-ലെ സ്റ്റോക്ക് മാർക്കറ്റിനെക്കുറിച്ചാണ്. ഒരു ഹോളിഡേ കഴിഞ്ഞ് മാർക്കറ്റ് തുറക്കുമ്പോൾ ബുധനാഴ്ചത്തെ ഇൻട്രാഡേ ട്രേഡിംഗിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് അവസരങ്ങൾ, നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഓക്കെ, തുടങ്ങുന്നതിന് മുൻപ് എപ്പോഴും പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പഠന ആവശ്യങ്ങൾക്ക് മാത്രമുള്ള വിവരങ്ങളാണ്. ഇതൊരിക്കലും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കരുത്. സ്റ്റോക്ക് മാർക്കറ്റിലെ എല്ലാ ഇടപാടുകളിലും നഷ്ടസാധ്യതകളുണ്ട്. അതുകൊണ്ട് സ്വന്തമായി റിസർച്ച് ചെയ്തിട്ട് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. അപ്പോ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഒരു അവധി കഴിഞ്ഞു വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഗ്ലോബൽ മാർക്കറ്റിലെ വാർത്തകളൊക്കെ ഇതിനെ എങ്ങനെ സ്വാധീനിക്കും? ഈ ഒരു അനിശ്ചിതത്വത്തിൽ നമ്മൾ എങ്ങനെയാണ് അവസരങ്ങൾ കണ്ടെത്തേണ്ടത്? ബുധനാഴ്ച എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം തിങ്കളാഴ്ച മാർക്കറ്റിൽ എന്തുണ്ടായി എന്ന് നോക്കണം. നിഫ്റ്റി 15 ഇൻഡെക്സ് ഏകദേശം 1% ഇടിഞ്ഞു. പക്ഷെ മാർക്കറ്റ് മൊത്തത്തിൽ താഴോട്ട് പോയപ്പോഴും ചില സ്റ്റോക്കുകൾ മാത്രം പിടിച്ചുനിന്നു, ചിലത് മുകളിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പൊ നമുക്ക് ആദ്യം മാർക്കറ്റിന്റെ ഒഴുക്കിനെതിരെ നീന്തിയ, അതായത് നല്ല ബുള്ളിഷ് മൊമെന്റം കാണിച്ച സ്റ്റോക്കുകളെ പരിചയപ്പെടാം. മാർക്കറ്റ് വീണപ്പോഴും ആളുകൾക്ക് ഈ സ്റ്റോക്കുകൾ വാങ്ങാനായിരുന്നു താൽപ്പര്യം. ഈ ലിസ്റ്റില് 4 സ്റ്റോക്കുകളുണ്ട്: HDFC ലൈഫ്, അദാനി എന്റർപ്രൈസസ്, ICICI ബാങ്ക്, പിന്നെ NTPC. ഇതില് LTP എന്ന് പറയുന്നത് ലാസ്റ്റ് ട്രേഡ് ചെയ്ത പ്രൈസാണ്. സപ്പോർട്ട് എന്ന് വെച്ചാൽ ഇനി വില താഴോട്ട് വന്നാൽ ഒരു താങ്ങ് കിട്ടാൻ സാധ്യതയുള്ള ലെവൽ. പിന്നെ ടാർഗറ്റ് എന്ന് പറയുന്നത് മുകളിലേക്കുള്ള ഒരു സാധ്യതയാണ്. ഈ സ്റ്റോക്കുകളാണ് ഇടിഞ്ഞ മാർക്കറ്റിലും കരുത്ത് കാണിച്ചു നിന്നത്. ഇതില് എടുത്തു പറയേണ്ട ഒരു സ്റ്റാർ പെർഫോമർ HDFC ലൈഫാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിഫ്റ്റി താഴോട്ട് പോയ ആ ഒരു ദിവസത്തിൽ ഈ സ്റ്റോക്ക് മാത്രം 2.7% മുകളിലേക്ക് കയറി. ഇതിനെയാണ് നമ്മൾ ട്രെൻഡിനെതിരെ നീങ്ങുക എന്ന് പറയുന്നത്. ഇനി ഏതൊക്കെ സെക്ടറുകളാണ് കരുത്ത് കാണിച്ചതെന്ന് നോക്കാം. ബാങ്കിംഗ് സെക്ടറിൽ ICICI ബാങ്ക് 2.2% വർധനയോടെ ശരിക്കും തിളങ്ങി. അതുപോലെ പവർ സെക്ടറിൽ NTPC അതിന്റെ 52 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിലയുടെ അടുത്ത് തന്നെ ട്രേഡ് ചെയ്ത് നല്ലൊരു സ്ട്രെങ്ത് കാണിച്ചു. ഓക്കെ, നമ്മൾ നല്ല വശം കണ്ടു. ഇനി നാണയത്തിന്റെ മറുവശം നോക്കാം. അതായത് തിങ്കളാഴ്ച ഏറ്റവും കൂടുതൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബുധനാഴ്ചയും ഈ സ്റ്റോക്കുകളിൽ ഒരു കണ്ണുവെക്കുന്നത് നല്ലതാണ്. ഓട്ടോ സെക്ടറിന് തിങ്കളാഴ്ച ഒരു മോശം ദിവസമായിരുന്നു. ഐഷർ മോട്ടോഴ്സ് 5% കൂടുതൽ ഇടിഞ്ഞു. മാരുതി സുസുക്കിയാണെങ്കിൽ 4.5%. എണ്ണവില കൂടുന്നതും സെക്ടറിലെ പൊതുവായ വീക്ക്നെസ്സും ഇതിനു കാരണമായി. ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്റ്റോക്കിന് മുകളിലേക്ക് കയറാൻ ഒരു തടസ്സമായി നിൽക്കുന്ന ലെവലാണ്. നേരത്തെ കണ്ട സപ്പോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റ്. ഓട്ടോ സെക്ടർ മാത്രമല്ല, മാർക്കറ്റിലെ ഒരു ഹെവി വെയ്റ്റായ റിലയൻസ് ഇൻഡസ്ട്രീസും നല്ല ഇടിവ് നേരിട്ടു. ഗ്ലോബൽ ക്രൂഡ് ഓയിൽ വിലയിലുള്ള മാറ്റങ്ങൾ കാരണം റിലയൻസ് ഏകദേശം 2.68% താഴേക്കു പോയി. ഇനി ഇൻട്രാഡേ ട്രേഡേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ട്രേഡിംഗ് വോള്യം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന നല്ല ലിക്വിഡിറ്റിയുള്ള ചില സ്റ്റോക്കുകൾ കൂടി നമുക്ക് പെട്ടെന്ന് നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, നാൽക്കോ, കമ്മിൻസ് ഇന്ത്യ, വേദാന്ത, ഈ സ്റ്റോക്കുകളിലൊക്കെ ഒരുപാട് ട്രേഡിംഗ് നടക്കുന്നുണ്ട്. അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു ട്രേഡിൽ കയറാനും ഇറങ്ങാനും പറ്റും. അതുകൊണ്ട് ഇൻട്രാഡേ ട്രേഡിംഗിന് ഇവയും നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബുധനാഴ്ച മാർക്കറ്റ് തുറക്കുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം? നമ്മുടെ ഗെയിം പ്ലാൻ എന്തായിരിക്കണം? എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് നിഫ്റ്റിയെ ഒരു കെട്ടിടം പോലെ സങ്കൽപ്പിക്കാം. അതിന്റെ തറയാണ് സപ്പോർട്ട്, അതായത് 23,400-നും 23,600-നും ഇടയിൽ. മാർക്കറ്റ് താഴേക്ക് വന്നാലും അവിടെ ഒരു താങ്ങ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇനി അതിന്റെ സീലിംഗ് ആണ് റെസിസ്റ്റൻസ്. അത് 24,100-നും 24,400-നും ഇടയിലാണ്. മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ ഇതൊരു തടസ്സമായി നിൽക്കും. ബുധനാഴ്ചത്തെ കളി മിക്കവാറും ഈ 2 ലെവലുകൾക്ക് ഇടയിലായിരിക്കും. നിങ്ങൾ ഗ്യാപ്പ് ഓപ്പണിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണിത്? സിമ്പിളാണ്. ചൊവ്വാഴ്ച മാർക്കറ്റ് അവധിയായിരുന്നല്ലോ. ആ സമയത്ത് ലോകത്ത് എന്തെങ്കിലും വലിയ വാർത്ത വന്നാൽ ബുധനാഴ്ച മാർക്കറ്റ് തുറക്കുന്നത് ചിലപ്പോൾ തിങ്കളാഴ്ച ക്ലോസ് ചെയ്തതിനേക്കാൾ ഒരുപാട് മുകളിലോ അല്ലെങ്കിൽ താഴെയോ ആകാം. ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ ഗ്യാപ്പ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമ്മുടെ കയ്യിലെ കാശ് പോകാതെ നോക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് 3 സിമ്പിൾ ടിപ്സ് ഉണ്ട്. ഒന്നാമത്തേത്, മാർക്കറ്റ് തുറന്നിടൻ ചാടി വീണ് ട്രേഡ് ചെയ്യരുത്. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒന്ന് നോക്കിയിരിക്കുക. 2, ഒരു ട്രേഡ് എടുക്കുന്നതിന് മുൻപ് തന്നെ എത്ര നഷ്ടം സഹിക്കാമെന്ന് തീരുമാനിക്കുക. അതാണ് സ്റ്റോപ്പ് ലോസ്. ഇത് നിർബന്ധമായും വെക്കണം.
മൂന്നാമത്തേത്, നിങ്ങളുടെ ട്രേഡ് ലാഭത്തിലാണെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് ആ ലാഭം സംരക്ഷിക്കുക. അച്ചടക്കമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. അപ്പോ ആഗോള മാർക്കറ്റുകൾ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് ബുധനാഴ്ച ആരുടെ ദിവസമായിരിക്കും? വാങ്ങാൻ വരുന്നവരുടെ കയ്യിലായിരിക്കുമോ അതോ വിൽക്കാൻ വരുന്നവരുടെ കയ്യിലായിരിക്കുമോ കൺട്രോൾ? എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രദ്ധയോടെ ട്രേഡ് ചെയ്യുക. അടുത്ത വിശകലനവുമായി വീണ്ടും കാണാം.